മാന്ത്രികം രണ്ട് തരത്തിലുണ്ട്. ഒരാളെ രക്ഷിക്കാനും നമുക്ക് ഉപയോഗിക്കാം, ഒരാളെ ശിക്ഷിക്കാനും ഉപയോഗിക്കാം. കോഴിത്തല, കോഴിക്കാല്, പിന്നെ ഈ പൂച്ചയുടെ തലയിലൊക്കെ ഇതൊക്കെ പക്ഷെ ഇതിന് മേലെ ആളുണ്ട്. ഇതൊക്കെ അഴിച്ചെടുക്കാൻ പ്രാപ്തിയുള്ളവനും കഴിവുള്ളവനും കേരളത്തിൽ ഇന്നുണ്ട്. അവരിൽ പലരും പുറം ലോകത്തേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ചിലർ ഈ കോഴിവെട്ട് കർമ്മങ്ങളിൽ കൂടെയൊക്കെ ഭയങ്കരമായ മന്ത്രവാദം ചെയ്യുന്നുണ്ട്. എൻ്റെ ജന്മത്ത് ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യത്തുമില്ല. സ്ത്രീക്ക് കൗളം ചെയ്യാൻ പാടില്ല. സ്ത്രീ ഒരു അമ്മയാണ്. അപ്പോൾ അവിടെ ഒരു ഗുരുതി പാടില്ല. ചില സ്ത്രീകൾ പറയും കൗളം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മദ്യം, മത്സ്യം, മാംസം, മൈഥുനം, മുദ്ര, ഈ 5 മകാരങ്ങൾ ചേർന്നതാണ് കൗളം എന്നാ പറയുന്നത്. അപ്പൊ അതിൽ ഈ മൈഥുനം എന്ന് കേട്ടിട്ട് ഇങ്ങനെ ചെയ്താലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ ഒരു കാരണം അവിടെ കണ്ടുപിടിച്ചിട്ട് മൈഥുനമാണിത്, ഇങ്ങനെ ചെയ്താലേ ഉള്ളൂ. നാളികേരത്തേലൊക്കെ ഇങ്ങനെ ആണിയടിച്ച് വെച്ച് ഇതൊക്കെ മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പൊട്ടത്തരമാണ്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ആ പേരിന്റെ കൂടെ ഇവരൊരു ദേവി എന്ന് ചേർത്തിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറഞ്ഞു അവര് ദേവിയാണ് എന്നുള്ള രീതി. ഞാൻ വളരെ സന്തോഷത്തോടെ അതിന് സ്വീകരിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആ പേര്. പൊതുവെ സ്ത്രീകളൊന്നും ഈ മാന്ത്രിക താന്ത്രിക കാര്യങ്ങളിൽ ഇടപെടാറില്ല. പക്ഷേ ഇത്തരത്തിലുള്ള മാന്ത്രിക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് പൂജയാണെങ്കിലും കർമ്മങ്ങളാണെങ്കിലും ചെയ്തു കൊടുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ചോദ്യമാണ്, യഥാർത്ഥത്തിൽ ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഒരു തട്ടിപ്പല്ലേ? ഇതൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നുണുക്കു വിദ്യകളാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇന്നത്തെ തലമുറ തന്നെ ഈ മാന്ത്രികത്തെ എന്തോ ഒരു മോശം കാര്യമായിട്ടാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ തലമുറ അങ്ങനെ തന്നെയാണോ മാന്ത്രികത്തെ കാണുന്നത്? ഇന്നത്തെ തലമുറയെന്നല്ല, എന്നത്തെയും തലമുറ ദുർമന്ത്രവാദത്തെ എതിർക്കുന്നുണ്ട്. ഞാനും എതിർക്കുന്നുണ്ട്. മാന്ത്രികം രണ്ട് തരത്തിലുണ്ട്. ഒരാളെ രക്ഷിക്കാനും നമുക്ക് ഉപയോഗിക്കാം, ഒരാളെ ശിക്ഷിക്കാനും ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഒരാളുടെ ശത്രുദോഷം ചെയ്തു, ഇല്ലേ വലിയൊരു പ്രശ്നം അവൻ്റെ കുടുംബത്തിലുണ്ടാക്കി, അത് മാറ്റാനാണ് ഞാൻ ഇതിനെ ഉപയോഗിക്കുന്നത്. എന്തിനും ഒരു നല്ല സൈഡുമുണ്ട്, ഒരു ചീത്ത വശമുണ്ട്. ഒരിക്കലും ചിലർ ഈ കോഴിവെട്ട് കർമ്മങ്ങളിൽ കൂടെയൊക്കെ ഭയങ്കരമായ മന്ത്രവാദം ചെയ്യുന്നുണ്ട്. എൻ്റെ ജന്മത്ത് ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യത്തുമില്ല. കാര്യം എനിക്ക് അതുപോലുള്ള മൂർത്തികൾ വേറെയുണ്ട്, ശുദ്ധമൂർത്തികൾ എനിക്ക് ഒരുപാടുണ്ട്. ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ഇത് വാങ്ങുന്നത്? അപ്പം അങ്ങനെ ചെയ്യത്തില്ല. ഇതിൽ മന്ത്രവാദം എന്ന് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത്, ആളുകൾ കേട്ടേക്കുന്നതും ഈ ദുരാചാരങ്ങൾ, ദുർമന്ത്രവാദങ്ങൾ, ഈ സ്ത്രീകളെ ഉപദ്രവിക്കുക. ഇപ്പം ഈ കൗളം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെ. കൗളം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന സ്ത്രീക്ക് കൗളം ചെയ്യാൻ പാടില്ല. സ്ത്രീ ഒരു അമ്മയാണ്. അപ്പോൾ അവിടെ ഒരു ഗുരുതി പാടില്ല. ഒരു പൂവൻകോഴി ആണെങ്കിൽ പോലും അതൊരു അടുത്ത ജനറേഷന് വേണ്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ അതിനെ നമ്മൾ അവിടെ തീർക്കുമ്പോൾ നമ്മൾ അമ്മ എന്ന ഉള്ള നിലയ്ക്ക് നമ്മൾ പുതിയ ഒന്നിനെ സൃഷ്ടിക്കേണ്ടവളാണ്, ഒന്നിനെ ഇല്ലായ്മ ചെയ്യേണ്ട ആളല്ല. അപ്പോൾ അതുകൊണ്ട് സ്ത്രീക്ക് കൗളം പാടില്ല എന്ന് പറഞ്ഞത്. പശു വരുത് എന്ന് അതിനകത്തൊരു വാക്കാണ്. പശു വരുത്, പശിയരുത്, വിശന്നിരുന്നുകൊണ്ട് ചെയ്യരുത്, സ്ത്രീ മൃഗങ്ങളെ ഉപദ്രവിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ അത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. പുരുഷ പ്രജകളെ അതിന് അതൊക്കെ ഈ പണ്ടുള്ളവർ എഴുതി വെച്ചേക്കുന്നതാണ്. പക്ഷേ ഒന്നിനെ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇവരിങ്ങനെ പറയും അങ്ങനെ ചെയ്യരുതെന്ന് പറയും. അപ്പോൾ ഈ കൗളം ചെയ്യുന്ന ചില സ്ത്രീകൾ പറയും കൗളം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. സ്ത്രീക്ക് കൗളം ചെയ്യാൻ പാടില്ല, തെറ്റാണ്. അതിൽ മൈഥുനം എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. മദ്യം, മത്സ്യം, മാംസം, മൈഥുനം, മുദ്ര, ഈ 5 മകാരങ്ങൾ ചേർന്നതാണ് കൗളം എന്നാ പറയുന്നത്. അപ്പോൾ അതിൽ ഈ മൈഥുനം എന്ന് കേട്ടിട്ട് ഇത് ഓടിച്ചെന്ന് ഈ വരുന്ന ഈ സ്ത്രീകളാണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പുറപ്പെടുക. പുരുഷന്മാർ അധികം ഇതിൻ്റെ പുറകെ അങ്ങനെ പോകാറില്ല, സ്ത്രീകളവർ. അപ്പോൾ ഇത് കേട്ടിട്ട് ഏതെങ്കിലും ഒന്നുമില്ല, ഒരു ലൊട്ടിലൊടുക്കും പഠിക്കാത്ത ഈ ചില പൈസയ്ക്ക് തട്ടിപ്പിന് വേണ്ടി മാത്രം ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരോടൊക്കെ ചെന്നിട്ട് മന്ത്രവാദം ചെയ്യണം. അപ്പോൾ ഇവർ പറയും ഇങ്ങനെ ചെയ്താലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ ഒരു കാരണം അവിടെ കണ്ടുപിടിച്ചിട്ട് മൈഥുനമാണിത്, ഇങ്ങനെ ചെയ്താലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്ത്രീയെ ഉപദ്രവിക്കാനായിട്ട് കാണുന്ന ചില ദുർമന്ത്രവാദികളുണ്ട്. ഇല്ല എന്നല്ല, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ ഇതിൽ മൈഥുനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാന് കുറേ ആഹാരങ്ങളൊക്കെ കൊടുത്ത് ഭഗവാനെയും ഭഗവതിയും നമ്മൾ സന്തോഷിപ്പിക്കുക. ആ സന്തോഷത്തിൻ്റെ അവസാനം അവർ ഒന്നായി ചേരും എന്നുള്ളൊരു സങ്കല്പം മാത്രമാണ് അത്. പക്ഷെ ഇവർ അർത്ഥമാക്കിയിരിക്കുന്ന അങ്ങനല്ല. ഇവർ ചിന്തിക്കുന്നത് ഈ വരുന്ന സ്ത്രീകളെ ഉപദ്രവിക്കാമെന്നാണ് ഇവർ ചിന്തിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെയുള്ളവരെയൊക്കെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുന്നേ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതൊക്കെ തെറ്റാണ്. ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഓരോന്ന് കാണിച്ചു കൂട്ടി യഥാർത്ഥമായ മാന്ത്രിക വിദ്യ എന്ന് പറയുന്നത് ചില ദേവതകൾ ദോഷത്തിൽ നിന്നാൽ ആ ദേവതയെ എങ്ങനെ, രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ദേവതയെ എങ്ങനെ ശാന്തസ്വരൂപത്തിലേക്ക് ആക്കാം, അതൊരു മാന്ത്രികമാണ്. ചില മന്ത്രവിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്.
പിന്നെ ചില തന്ത്രങ്ങൾ, ചില ഉപായങ്ങൾ പ്രയോഗിച്ചിട്ടാണ് ചില ദേവതകളെ നമ്മൾ അനുകൂലമാക്കിയെടുക്കുക. പിന്നെ ചില മന്ത്രവിദ്യകൾ കൊണ്ടാണ് ചില ദേവതകളെ ഇങ്ങ് ആവാഹിച്ചു കൊണ്ടുവന്ന് ചൈതന്യത്തെ ഒരു കല്ലേലോട്ടൊക്കെ ആക്കുക. ആ ദേവത മൊത്തത്തിൽ ഇങ്ങ് പോരുമല്ല, ആ ദേവതയുടെ ചൈതന്യത്തെയാണ് കൊണ്ടുവരുന്നത്, ഒരു അംശത്തെ മാത്രമാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരിക, അതാണ് മന്ത്രവാദം. അല്ലാതെ ഈ എന്താ ചില ഈ തോടുകളിലൊക്കെ, അതൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടേക്കുന്നതാണ്, ഈ നാളികേരത്തേലൊക്കെ ഇങ്ങനെ ആണിയടിച്ച് വെച്ച് ഇതൊക്കെ മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പൊട്ടത്തരമാണ്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വല്ല എന്തെങ്കിലുമൊക്കെ ഡ്രഗ്സൊക്കെ അടിച്ചിട്ട് എഴുതി കൂട്ടുന്ന ചില പുസ്തകങ്ങൾക്കകത്തൊക്കെ കണ്ടിട്ട് അതുപോലൊക്കെ അതൊന്നും അല്ല മന്ത്രവാദം. മന്ത്രവാദം എന്ന് പറയുന്നത് ശരിക്കും ഒരാളെ രക്ഷിക്കാനായിട്ട് ചില ദേവതകളെ നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മുടെ രീതിയിലേക്ക് മാറ്റി, അല്ലെ ചില ദോഷങ്ങളെ മാറ്റി അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ചില ബന്ധനങ്ങളൊക്കെ ചിലർ ചെയ്യും, ഇങ്ങനെ കൂട്ടിക്കെട്ടിയൊക്കെ ചെയ്ത് ചിലർക്ക് ബന്ധനാവസ്ഥ, അപ്പോൾ അവരെ ഇങ്ങനെ ഒരു കെട്ടിയിട്ട അവസ്ഥ പോലൊക്കെ അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ പണ്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, ചില ദേവതകളെ ആണിയടിച്ച് തറക്കുക എന്നൊക്കെ, അതൊക്കെ ദുർമന്ത്രവാദം. ആ ദേവതയെ ആണിയടിച്ച് അവിടെ തറക്കേണ്ട ആവശ്യം എന്തുവാ? കോഴിത്തല, കോഴിക്കാല്, പിന്നെ ഈ പൂച്ചയുടെ തലയിലൊക്കെ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ അതൊന്നും അല്ല, അതൊക്കെ ആരോ എഴുതി വെച്ച എന്തൊക്കെയോ ചില പൊട്ടക്കഥകളോ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അല്ലേ അതൊക്കെ ചെയ്തത് കൊണ്ട് മാരണകർമ്മങ്ങളൊക്കെ ചെയ്യാന്ന് പറയും. കുറച്ച് ഈ കുറെ കടുക്, കുറെ ഉപ്പുകല്ല്, പിന്നെ വേറെ എന്തൊക്കെയോ വരി കുപ്പിക്കകത്തൊക്കെ അടച്ചിട്ട് ചിലരുടെയൊക്കെ വീട്ടിലൊക്കെ കുഴിച്ചൊക്കെ ഇടും. പക്ഷെ ഇവൻ നല്ല ശക്തിയുള്ളവനും നല്ല ഉപാസന ബലം ഉള്ളവനാണെങ്കിൽ ഇവനെ തൊടാൻ പറ്റത്തില്ല അങ്ങനൊന്നും. ഇത് ഇവർ മണ്ണിനടി കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന ആ സമയം ഉണ്ടെങ്കിൽ വല്ല കൂലിപ്പണിക്കും പോയി 500 രൂപ കിട്ടും. അത് ചിന്തിക്കുകയില്ല. അത് ചിന്തിക്കാതെ കുത്തിയിരുന്നു ഇങ്ങനെ കുപ്പിക്കകത്ത് കുത്തി നിറച്ച് അവിടെ കൊണ്ടിട്ട് ഇത് കാണുമ്പം വീട്ടുകാർക്കൊരു ഭയം, അയ്യോ ഇങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ ഇത് ചെയ്യുന്ന ചില അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ നോർത്ത് സൈഡിൽ നിന്നൊക്കെ പഠിച്ചു വെച്ചേക്കുന്ന കുറേ സംഭവങ്ങൾ. പക്ഷെ ഇതിന് മേലെ ആളുണ്ട്, ഇതൊക്കെ അഴിച്ചെടുക്കാൻ പ്രാപ്തിയുള്ളവനും കഴിവുള്ളവനും കേരളത്തിൽ ഇന്നുണ്ട്. അവരിൽ പലരും പുറം ലോകത്തേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ദുർമന്ത്രവാദം ഇല്ല എന്നൊന്നും പറയുന്നില്ല, ഉണ്ട്. പക്ഷെ അതൊക്കെ പണ്ട് കാലത്തെ അത്ര ഒന്നും ഇപ്പം എന്തായാലും ഇല്ല. അപ്പോൾ മാം ഒരു മന്ത്രവാദിയായിട്ടാണ് ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ, ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പിട്ട് അല്ലാതെ വീട്ടിൽ അങ്ങനെ ചെയ്തിരുന്ന ഒരു, അതായത് കുലാചാര പ്രകാരം ചെയ്തു വന്നിരുന്ന ഒരു കർമ്മങ്ങൾ പിന്നീട് ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ പുറത്തുനിന്നും എല്ലാം വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ പിന്നീട് എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ ആളുകളാണെങ്കിൽ പോലും കാണുന്നത്? എന്നെ മന്ത്രവാദിയായിട്ട് ആരും കാണുന്നില്ല. എന്നെ ഒരു പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ് എന്നെ കാണുന്നത്. അപ്പോൾ എൻ്റെ ഈ ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണോ അതിന് മുമ്പാണെന്ന് എനിക്കറിയില്ല, എൻ്റെ നാട്ടുകാർക്ക് എന്നോട് ഭയങ്കരമായ സ്നേഹവും ആദരവും ഒക്കെ തോന്നിയിട്ട് അവർ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന എനിക്കൊരു പേരുണ്ട്. ആ പേര് ഞാൻ പുറം ലോകത്ത് ആരോടും പറഞ്ഞിട്ടില്ല. വീട്ടുകാർ പോലും എന്നെ ആ പേര് വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. എനിക്കിഷ്ടമില്ല ആ പേര് എന്നെ ആരും വിളിക്കുന്നത്. ആ പേരിൻ്റെ കൂടെ ഇവരൊരു ദേവി എന്ന് ചേർത്തിട്ട് ഞങ്ങളുടെ നാട്ടിലിങ്ങനെ പറഞ്ഞു, അവർ ദേവിയാണ് എന്നുള്ള രീതി. അവരിത് കളിയാക്കി പറഞ്ഞു തന്നെ, അത് ഞാൻ ദേവിയാണെന്ന് പറഞ്ഞു. പക്ഷേ ആ ദേവി എന്നുള്ളൊരു വേർഡ് നല്ല മനോഹരമായ ഒരു വാക്കായതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ അതിന് സ്വീകരിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആ പേര്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല ഞാൻ ദേവിയാണെന്നോ. ഞാൻ സാധാരണക്കാരനായ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകളാണ്. ഞാനൊരു മനുഷ്യനായിട്ട് ജനിച്ചു, മനുഷ്യനായിട്ട് ജീവിക്കുന്നു. ഇങ്ങനെ തന്നെ എനിക്ക് മരിക്കുകയും വേണം, ഭഗവാനിലേക്ക് എനിക്ക് എത്തിച്ചേരണം. ഞാനൊരു മന്ത്രവാദിനിയല്ല. ഞാൻ ചില ദോഷങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറ്റാൻ അറിയാവുന്ന, ചില തന്ത്രവിദ്യകൾ അറിയാവുന്ന, ഇല്ലേ കുറച്ച് ദേവതകൾക്ക് ആഹാരം കൊടുക്കുന്ന സാധാ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഒരു മന്ത്രവാദിനിയോ ഒരു ദേവിയോ അല്ല. ഞാനൊരു സാധാരണ ഒരു മനുഷ്യശ്രീയാണ്. അത് കുറച്ച് തന്ത്രമാണ്. ഇതൊക്കെ ദേവതയെ നമ്മൾ വശത്താക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ്. അപ്പോൾ അവരെ തന്ത്രി എന്ന് വേണം വിളിക്കാൻ. തന്ത്രം അറിയാവുന്നവൻ തന്ത്രി അങ്ങനെ വേണം വിളിക്കാൻ. ഞാൻ കുറേ ക്ഷേത്രങ്ങളുടെയൊക്കെ തന്ത്രസ്ഥാനം എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എന്നെ അങ്ങനെ വിളിക്കാൻ, അത് കേൾക്കാൻ എനിക്കിഷ്ടമല്ല. ദേവി എന്നൊന്നും വിളിക്കുന്ന കേൾക്കാൻ എനിക്കിഷ്ടമല്ല. ഞാനതല്ലെന്ന് എനിക്കറിയാം. ഏത് പൊട്ടക്കണ്ണനും അറിയാം ഞാനൊരു ദേവിയല്ലെന്ന്. പിന്നെ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? ഒരു ഉദാഹരണോടെ പറയാം. ശരിക്കും ശരിയായ കാര്യം ഞാൻ ചെയ്യുന്നത്, എൻ്റെ കുടുംബക്കാരും ചെയ്തിരുന്ന ഇത് തന്നെയാണ്. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യമില്ല, ഇപ്പോൾ നമ്മൾ ആരെയാണോ പൂജിക്കുന്നത് നമ്മൾ അവരായി തീരുമെന്നൊരു സങ്കല്പം ഈ ദേവതാ സങ്കല്പത്തിലുണ്ട്. ഇപ്പോൾ ദേവതാഭൂതോ ദേവതാ അങ്ങനെ ഒരു ഇത് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ആരെയാണോ പൂജിക്കുന്നത് നമ്മൾ അവരായിട്ട് മാറും. നമ്മൾ ദൈവത്തെ പൂജിക്കുമ്പോൾ നമ്മൾ ദേവതയായിട്ട് ദേവതയെ പോലെ വരും. ദേവതയായി തീരുമെന്നല്ല, അഹം ബ്രഹ്മാസ്മി, ഞാൻ
ഈശ്വരനാകുന്നു എന്നല്ലേ പറയും. അപ്പം അങ്ങനെയല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാർപ്പണമിതം സമർപ്പയാമി, എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഞാൻ ഈശ്വരനാണെന്ന് ചിന്തിക്കുന്നില്ല. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ചില നമ്മൾ ഒരുപാട് പൂജിച്ച് ആ ദേവതയുടെ ചൈതന്യം നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂജിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു ദേവതയുടെ ഷേപ്പ് എനിക്ക് വന്നു. അത് എൻ്റെ ഗുണമല്ല, ഇല്ല എനിക്ക് കിട്ടിയ കഴിവല്ല. എൻ്റെ കാരണവന്മാർക്ക് ആർക്കോ ഈ ഭഗവതിയുടെ ദർശനം കിട്ടിയപ്പോൾ ആ ഭഗവതിയെപ്പോലെ ഞാൻ വന്നു, ഷേപ്പ് വന്നു എനിക്ക്. പക്ഷെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭഗവതിയാണെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. അവരുടെ ഒരു ചൈതന്യം, അല്പം ഒരു ഷേപ്പ് വന്നു. ആ ഷേപ്പ് നമുക്ക് തന്നേക്കുന്നത് ഭഗവാൻ എന്നെ തിരഞ്ഞെടുക്കാനുള്ള എളുപ്പത്തിനാണ്. എൻ്റെ കുടുംബത്തിൽ വേറെയുണ്ട് പെൺകുട്ടികൾ. അപ്പം എന്നെ തന്നെ ഈ ഫീൽഡിലേക്ക് ഇവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഷേപ്പ് തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ആരെപ്പോലെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കല്ലടിക്കോട് പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷെ കല്ലടിക്കോട് ചെന്നപ്പോൾ അവിടെ കല്ലടിക്കോട് തങ്ക എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കല്ലടിക്കോട് കരിനീലി അമ്മയും കരിങ്കുട്ടിയൊക്കെ പൂജിച്ചിരുന്ന ഒരു അമ്മയാണ്. ആ അമ്മ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അമ്മയെപ്പോലെ തന്നെ എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല വാക്കാത്. അതിനുശേഷം ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ അമ്മയുടെ ഷേപ്പ് ഉണ്ടെന്ന്. അതിൻ്റെ അർത്ഥം ഞാൻ ആ അമ്മയാണെന്നല്ല, ഷേപ്പുണ്ട്. ആ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും അവർക്ക് വഴിപാട് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ അമ്മയെപ്പോലെ കുറച്ചുകൂടെ അവരുടെ ഷേപ്പിലേക്ക് നമ്മൾ എത്തും എന്നേ അർത്ഥമുള്ളൂ. ഒരിക്കലും നമ്മൾ ആ ദേവി ആവത്തില്ല, അങ്ങനെ ആവാൻ പറ്റത്തില്ല ഒരാൾക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എന്നെക്കുറിച്ച് ഈ മോശമായിട്ട് പറഞ്ഞവരെയൊക്കെ ഞാൻ കണ്ണിങ്ങനെ ഒന്ന് തുറന്ന് കാണിച്ച് അവർക്ക് ഭസ്മമായി പോകത്തില്ലേ? അങ്ങനെ സിദ്ധികളൊക്കെ ഉണ്ട്. നമ്മുടെ മനസ്സ് വേദനിപ്പിച്ചാൽ ചിലപ്പോൾ നമ്മളൊക്കെ ചില സമയത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കും, ഇവരെന്തിനാണ് നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചെയ്യാത്ത കാര്യത്തിന് എന്തിനാണ് പറയുന്നത്? ഒരു പൂജ ചെയ്തു എന്ന് വെച്ച് ഇവരെന്തിനാണ് എന്നെ ദേവി എന്ന് വിളിക്കുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭസ്മമാക്കണം എന്നൊക്കെ ചിലപ്പോൾ തോന്നാൻ. പക്ഷെ നമുക്ക് പക്ഷെ അത് മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ കൗള മാർഗം ചെയ്യുന്നത് ഇപ്പോൾ ഒരു ബ്രാഹ്മണിക്കൽ സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നത്തെ ക്ഷേത്ര സംസ്കാരമാണെങ്കിൽ പോലും ഇന്ന് കൗള മാർഗം എന്ന് പറഞ്ഞാൽ എന്തോ മോശപ്പെട്ടൊരു മാർഗമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. കാരണം അവരെല്ലാം ക്ഷേത്ര ദർശനം, അവിടെ പ്യുവർ വെജിറ്റേറിയൻ, വ്രതശുദ്ധികളോട് മാത്രമേ കയറാൻ പാടുള്ളൂ. അങ്ങനെ ഒരു സങ്കല്പത്തിൽ നിന്നും കൗള മാർഗത്തിലേക്ക് വരുമ്പോൾ കോഴിയെ വെട്ടുന്നു, മദ്യം കൊടുക്കുന്നു, മാംസം കൊടുക്കുന്നു, അവിടെ എന്തൊക്കെയോ മോശമായിട്ടുള്ള രതിക്രിയകൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കണക്കാക്കുമ്പോൾ കൗളമാർഗം എന്തോ മോശപ്പെട്ടൊരു മാർഗമാണ് എന്നൊരു സങ്കല്പമില്ല. അതുകൊണ്ടല്ലേ അവര് ഇപ്പോൾ അങ്ങനെയുള്ള പൂജകൾ ചെയ്യുന്ന ഒരാളെ മോശമായി കണക്കാക്കാൻ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇത് നേരായ മാർഗത്തിൽ കൂടെ ഈ ഭഗവാനും ഭഗവതിക്കും നേദ്യാദികൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അവർ തമ്മിൽ ഒന്നാകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഒരു മാന്ത്രികൻ, അവർ തമ്മിൽ ഒന്നിച്ചാകുന്ന സമയത്ത് അവർ എന്ത് അനുഗ്രഹവും കൊടുക്കും എന്ന് പറയുന്നത്. ഈ ഭഗവാനും മഹാദേവനും പാർവതി ദേവിക്കും തമ്മിൽ പോലും അവർ ഭയങ്കര പ്രണയത്തിൻ്റെ അതിഭീകരമായ രണ്ടുപേരാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഭഗവാൻ എപ്പോഴും യോഗനിദ്രയിലാണ്. ഭഗവതിയുമായിട്ട് കൂടിച്ചേരുന്ന അവസ്ഥകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ കൗളത്തിൽ ചെയ്യുന്നത് ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ മൈഥുനം എന്ന വേട് അവിടെ വന്നത്. പക്ഷേ ഇത് ചില മന്ത്രവാദികൾ അങ്ങനെ അല്ലാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ മോശമായ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ വാക്കിനെ അങ്ങോട്ട് വളച്ചൊടിച്ച് ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കുറേ മോശമായ കുറേ കാര്യം അങ്ങോട്ട് അങ്ങ് ഇട്ടുകൊടുത്തു. ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇട്ടുകൊടുത്തു. അത് കേട്ട് പലർക്കും പല അബദ്ധങ്ങളും പ്രശ്നങ്ങളും വന്നു. ഇത് സമൂഹത്തിൻ്റെ മുന്നിലായപ്പോഴത്തേനും കൗളമാർഗം ഭയങ്കര മോശമാണെന്നായി തീർന്നു. പക്ഷെ യഥാർത്ഥ കൗളമാർഗി ഒരു സ്ത്രീയെ തൊടുന്നവനല്ല, അല്ലെ ഒരു സ്ത്രീയെ മോശമായിട്ട് ഉപദ്രവിക്കുന്നവനല്ല. ഒരു മാന്ത്രികൻ്റെ മുന്നിൽ ഒരാൾ വേണമെന്നില്ല മന്ത്രവാദം ചെയ്യാൻ.